ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എന്നും നിൻ്റെ മൊയ്തീൻ എന്ന ഫിലിമിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. അതുപോലെ തന്നെ ഈ പഴയ ഫിലിമുകളുടെ സീൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഫിലിമുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വിൻറ്റേജ് ആയിട്ടുള്ള സാധനങ്ങൾ ഉള്ള ഒരാളുടെ അടുത്താണ് നമ്മളിന്ന് പോകുന്നത്. ആളുടെ പേര് ദാസ് എന്നാണ്. ഞാൻ പോയപ്പോൾ പഴയ കാലത്തൊരു ഫാൻ കാണിച്ചു, പിന്നെ 100 വർഷം പഴക്കമുള്ള ഒരു റേഡിയോ കാണിച്ചു, പിന്നെ ഒരുപാട് പ്രൊജക്ടേഴ്സ് കാര്യങ്ങൾ പഴയത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ആയത് കാരണം പ്രൊജക്ടേഴ്സ് ആരും യൂസ് ചെയ്യുന്നില്ല. ബട്ട് അതൊക്കെ മേടിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത്. സോ അങ്ങനത്തെ ഒരു കണ്ടൻറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു മില്ലിന് അടുത്തായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു റൂമിൽ ഈ റേഡിയോ പോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങളുള്ളത്, പിന്നെ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എവിടെ നിന്ന് കിട്ടിയതാണ്, എത്ര ഇയേഴ്സ് ബാക്ക് അത് ഉണ്ടാക്കിയതാണ്, എത്ര ഇയേഴ്സ് ബാക്ക് ഉള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കെടുത്ത് നോക്കാം. ഓക്കെ, ചേട്ടൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് തുടങ്ങാം. ചേട്ടൻ്റെ പേര്, അതുപോലെ തന്നെ എന്താണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം തുടങ്ങാം. എൻ്റെ പേര് ദാസ് എന്നാണ്. ശരിക്കും യേശുദാസ് എന്നാണ് പേര്, ദാസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഞാനൊരു 37 കൊല്ലം ആയിപ്പോൾ ഈ സിനിമ ഫീൽഡിൽ, സിനിമ പ്രൊജക്ടർ റിപ്പയറിങ്, അതുപോലെ അതിൻ്റെ സൗണ്ട് സിസ്റ്റം, അതുപോലെ പഴയ ഏറ്റവും പഴക്കമുള്ള പ്രൊജക്ടറുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്നാക്കാൻ പറ്റാത്ത പ്രൊജക്ടറുകൾ നന്നാക്കി കൊടുക്കുക എന്നുള്ളൊരു ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഇതുപോലെ പഴയ ജർമ്മൻ പ്രൊജക്ടറുകൾ, അതുപോലെ അമേരിക്ക, റഷ്യ ഇങ്ങനെയുള്ള പ്രൊജക്ടറുകളാണ് അന്നൊക്കെ വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ കേടുപാടുകൾ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പയറിങ് അത് ചെയ്യാൻ പറ്റും എന്ന് അത് പല ടെക്നീഷ്യന്മാരുണ്ടായിരുന്നു. അവരുടെ കൂടെ നിന്ന് രാത്രികൾ, അതായത് 12 മണി കഴിഞ്ഞിട്ടാണ് ഈ പ്രൊജക്ടറുകളൊക്കെ അഴിച്ച് റിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു 12 നേരം വെളുക്കുന്ന വരെ അങ്ങനെ ചെയ്തിരുന്നു. പിന്നെ നമുക്കൊരു വെൽഡിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ എനിക്ക് വർക്ക്ഷോപ്പിൽ ജോലി ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പിൽ ഫാദർ ഈ പണികളൊക്കെ കഴിച്ചു വെച്ചാൽ മാത്രമാണ് എനിക്ക് ഇത് പഠിക്കാൻ വിടുകയുള്ളൂ. അപ്പോൾ ഞാനൊരു 8 മണി 9 മണി വരെയൊക്കെ വെൽഡിങ്ങും എല്ലാ പണികളും കഴിച്ചു വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഈ പണിക്ക് പോകും. പിന്നെ അന്നൊക്കെ ആ കാലഘട്ടങ്ങളിൽ കറണ്ട് കട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 മണിക്ക് വന്നിട്ട് വീണ്ടും ഞാൻ വെൽഡിങ് വർക്ക് ചെയ്യും. നേരം വെളുക്കുമ്പോൾ 6 മണിക്കാണ് പിന്നെ കറണ്ട് വീണ്ടും പോവും. അപ്പോൾ അതുവരെയ്ക്കും നമ്മൾ ഈ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് പഠിക്കുക അല്ലെങ്കിൽ വർക്ക് ചെയ്ത് ഇത് മാക്സിമം ഇത് പഠിക്കാനുള്ള സാഹചര്യത്തിന് വേണ്ടി അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ തുടക്കം. പിന്നെ എനിക്ക് ഒരു ഇലക്ട്രോണിക്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഇലക്ട്രോണിക്സ് പഠിക്കുന്നതിന് വേണ്ടി മലയാളം പുസ്തകങ്ങൾ വാങ്ങിച്ച് അത് ഞാൻ പഠിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഇലക്ട്രോണിക്സ് കട ഉണ്ടായിരുന്നു, നീലങ്കാൽ ഇലക്ട്രോണിക്സ് എന്നൊരു ഇലക്ട്രോണിക്സ് കട ഉണ്ടായിരുന്നു. അതിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക്സ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ആ ഇലക്ട്രോണിക്സ് വർക്കുകളും ഞാൻ ചെയ്തിരുന്നു. ഇതെല്ലാം രാത്രിയാണ്, പകല് വർക്ക്ഷോപ്പിൽ. അങ്ങനെയാണ് ഇത് പഠിച്ച് സ്റ്റാർട്ടിങ്. പിന്നീട് പിന്നെ പല പ്രൊജക്ടറുകളും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത വന്നപ്പോൾ എന്നെ അറിയിക്കുകയും ഒരു തിയേറ്ററിൽ ഒരു പ്രൊജക്ടർ റെഡിയാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി പറയും ഇന്ന പ്രൊജക്ടർ റെഡിയാക്കി ഇന്ന ആളാണ്. അപ്പോൾ അങ്ങനെ അവർ അങ്ങനെ വർക്കുകൾ അങ്ങനെ വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ കാലഘട്ടം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ അത് അപ്ഗ്രേഡ് ചെയ്തു. പ്രത്യേകിച്ച് ഡിജിറ്റൽ, അതുപോലെ ഡോൾബി സൗണ്ട് സിസ്റ്റം, അതൊക്കെ നമ്മൾ പല പുസ്തകങ്ങളും അതുപോലെ തന്നെ അത് ഫോളോ ചെയ്തു. എന്ന് തന്നെയും ഇത് മാത്രമല്ല, നമുക്ക് ഉപജീവനത്തിന് വേണ്ടി വേറെ വർക്കുകൾ ഞാൻ ചെയ്തിരുന്നു. ഇലക്ട്രിക്കൽ വർക്കുകൾ, അതുപോലെ വെൽഡിങ് വർക്കുകൾ, അതൊക്കെ കോൺട്രാക്ട് വർക്കുകൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പഴയ നമ്മുടെ പ്രൊജക്ടറെല്ലാം നമ്മുടെ നാട്ടിൽ നിന്നും മാറ്റപ്പെട്ട് കഴിഞ്ഞു. അവരെല്ലാവരും ഇതിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം മനസ്സിലാകാതെ അവരൊക്കെ സ്ക്രാപ്പിനായിട്ട് പൊളിച്ച് പോയി. പക്ഷെ ഞാൻ ഈ ഇപ്പോൾ പ്രൊജക്ടറുള്ള പാർട്സുകളും അതുപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ യുഗം വന്നപ്പോൾ അതുപോലെ ഫിലിമിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ പാർട്സുകൾ ഇതെല്ലാം, പിന്നെ ഒരു 4 പ്രൊജക്ടർ ഞാനിപ്പോൾ വീട്ടിൽ അത്
മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പാഴ്സലുകളും അതുപോലെ തന്നെ ആംപ്ലിഫയർ, അതുപോലെ സൗണ്ട് സിസ്റ്റം, എല്ലാവിധ സാധനങ്ങളും, ജനറേറ്റർ, എല്ലാ സാധനവും. ഇപ്പോൾ ഞാൻ ഈ പല സിനിമകൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ പല സിനിമകൾക്കും വേണ്ടി ഈ കാലഘട്ടം 65, 70, 75 കാലഘട്ടങ്ങൾ സിനിമയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ആർട്ട് ഡയറക്ടർമാർ എന്നെയാണ് സമീപിക്കുന്നത്. അപ്പം ഞാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 5 ഫിലിമിൽ നമ്മൾ വർക്ക് ചെയ്തു. അതും ഇതിനോട് സൈഡായിട്ട് പോകുന്നു. അത് ഫിലിമിന്റെ പേരൊക്കെ പറയുകയാണെങ്കിൽ പേര് എന്നും നിന്റെ മൊയ്തീൻ, പിന്നെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, അത് ഫുൾ സിനിമ തിയേറ്റർ അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ്. പിന്നെ വിമാനം, പിന്നെ സ്വർണ്ണ മത്സ്യങ്ങൾ, അങ്ങനെയുള്ള പടങ്ങളാണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഉപയോഗിച്ച ഒരു പ്രൊജക്ടറാണ് ഇവിടെ ഉള്ളത്. ഒരു പ്രൊജക്ടർ ഇവിടെ ഉണ്ട്. മറ്റു പ്രൊജക്ടറൊക്കെ അവര് തന്നെ പ്രൊഡ്യൂസർമാര് വാങ്ങിച്ചു. അതെ, പ്രൊജക്ടർ കൂടാണ്ട് പിന്നെ ഈ പഴയ വിന്റേജ് ആയിട്ടുള്ള സാധനങ്ങളും കൂടെ കളക്ഷൻ, റേഡിയോ, അതുപോലെ പല പല ബാലു റേഡിയോ, പിന്നെ അതിനോടനുബന്ധിച്ച് അവർക്ക് പല സാധനങ്ങളും ആവശ്യപ്പെടും. അപ്പൊ അതും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ പ്രൊജക്ടർ ഒരു 4 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചേട്ടൻ പറഞ്ഞു തരും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പ്രൊജക്ടർ ഫോട്ടോബോൺ എന്ന കമ്പനിയാണ്. ഈ ഫോട്ടോബോൺ കമ്പനി അമേരിക്കൻ കമ്പനിയാണ്. അമേരിക്കൻ ആദ്യം സൂപ്പർ സിംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് കൊടുത്തിരുന്നതാണ്. പക്ഷെ ഈ കമ്പനി ബോംബെയില് അവര് ഇന്ത്യക്കാരായിട്ട് അവര് മറ്റേ കൊളാബറേഷനിൽ ഈ പ്രൊജക്ടർ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിൽ അത് സപ്ലൈ ചെയ്തു. അങ്ങനെ ബോംബെയിൽ ഉണ്ടാക്കിയിരുന്ന ഫോട്ടോബോൺ എന്ന പ്രൊജക്ടറാണ് ഇത്. 5 സ്പോക്കറ്റ് ഫോട്ടോബോൺ എന്ന പ്രൊജക്ടറാണ്. ഈ പ്രൊജക്ടർ ഒരു 75-80 കാലഘട്ടങ്ങളിലുള്ള പ്രൊജക്ടറാണ് ഫോട്ടോബോൺ 5. ഓക്കെ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇത് നമ്മൾ ഇപ്പോൾ മേടിച്ചിട്ടുള്ളത്? ഓരോ തിയേറ്ററുകളിലും നമ്മൾ ഇതുപോലെ വർക്ക് ഡിജിറ്റലൊക്കെ ആക്കുമ്പോൾ അവിടെ സ്ഥല സൗകര്യം അല്ലെങ്കിൽ ആ ക്യാബിനിൽ ഉദാഹരണം സ്ഥലം ആവശ്യമായിരിക്കും. അപ്പോൾ പ്രൊജക്ടർ അവർ എടുത്തു മാറ്റേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ആ പ്രൊജക്ടർ അവര് ഒരു ഇത് മാറ്റണം എന്ന് പറയുമ്പോൾ നമ്മളത് വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കും. ഓക്കെ. അപ്പോൾ ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് ഈ ഉള്ള? അതെ. പിന്നെ അടുത്തുള്ള വെസ്റ്റെക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതും അമേരിക്കൻ കമ്പനിയാണ്. അതിൽ കാണാം US കുറച്ച് ബോക്സ് തന്നെ US ഉണ്ടാവും. USA മെയ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് വെസ്റ്റെക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് കുറച്ചും കൂടി പഴക്കമുള്ളതാണ്. അതൊരു 65 കാലഘട്ടങ്ങളിലുള്ള പ്രൊജക്ടറാണ്. അത് വെസ്റ്റെക്സ് എന്ന കമ്പനിയാണ്. ആ വെസ്റ്റെക്സും ആ അമേരിക്കൻ കമ്പനിയാണത്. ബോംബെയിൽ ആ കമ്പനി കൊളാബറേഷനിൽ ഉണ്ടാക്കിയത്. പക്ഷെ ഇത് ഒറിജിനൽ US അമേരിക്കയിലാണ്. ഓക്കെ. രണ്ടാമത്തെ പ്രൊജക്ടർ ലെൻസ് റഷ്യൻ ലെൻസാണ്. ലെൻസ് റഷ്യയാണ് ഇതിൻ്റെ ലെൻസ്. ഇത് സ്പോക്കറ്റുകൾ കണ്ടോ, 5 സ്പോക്കറ്റ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5. ഇതിൻ്റെ പ്രത്യേകത ആദ്യ കാലഘട്ടങ്ങളിലുള്ള സ്പോക്കറ്റുകളൊക്കെ 3 സ്പോക്കറ്റ് 3 സ്പോക്കറ്റ് ഉണ്ടാവുള്ളൂ. 5 സ്പോക്കറ്റ് എന്ന് വെച്ചാൽ ഇതിന് സൗണ്ട് ഹെഡ് പ്രത്യേകം സെപ്പറേറ്റുള്ള സൗണ്ട് ഹെഡാണ്. അപ്പോൾ ഈ സൗണ്ട് ക്ലാരിറ്റിക്ക് വേണ്ടിയാണിത് സ്പോക്കറ്റ് എണ്ണം കൂട്ടിയിട്ടുള്ളത്. അതുപോലെ ഇതിൽ ഇരിക്കുന്ന ഒപ്റ്റിക്കൽ ലെൻസ്, ഇവിടെ ഒപ്റ്റിക്കൽ ലെൻസ് ഉണ്ട്. ലെൻസ് വഴി ഫോട്ടോ ഡയോഡ്, അതായത് ശബ്ദ തരംഗങ്ങളെ നിഴലിനെ ശബ്ദ തരംഗങ്ങളാക്കുന്ന ഒരു പ്രോസസ്സിങ് ഇവിടെ നടക്കും ഫിലിം പോകുമ്പോൾ. ഇവിടെ ഫോട്ടോ ഡയോഡ് എന്ന സാധനം ഒരു മെഷീൻ ഇതുണ്ട്. ഈ ഒപ്റ്റിക്കൽ ലെൻസ് വഴി എസ്റ്റേറ്റ് ലാമ്പ് കത്തുമ്പോൾ ഇതിൽ പ്രകാശം അടിച്ച് പ്രകാശ രേഖകളെ ശബ്ദ തരംഗങ്ങളാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് സൗണ്ട് വരുന്നത്. അത് അങ്ങനെ നേരെ ആംപ്ലിഫയറിലേക്ക് പോവും. നമ്മൾ ആംപ്ലിഫയറിൽ നിന്നും സ്പീക്കറിലേക്ക് പോവും. അങ്ങനെയാണ് നമുക്ക് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ സാധാരണ എല്ലാത്തിനും കോമൺ ആയിട്ട് 3 ആയിരിക്കും, പക്ഷേ ഇതിന് 5 ഉണ്ട്. കുറച്ച് ക്ലാരിറ്റിക്ക് വേണ്ടി. ഇതൊരു ബാക്ക് ലെൻസ്. ഈ ലെൻസ് ജപ്പാനിലെ ലെൻസാണ്. ജപ്പാൻ ലെൻസ്. ഇത് സ്കോപ്പ് ലെൻസ്. സ്കോപ്പ് റഷ്യൻ ലെൻസാണ്. നമുക്ക് ഇതിന്റെ മെഷീനറി കംപ്ലീറ്റ് ഗ്ലാസ്സിൽ കാണാം വർക്ക് ചെയ്യുമ്പോൾ. ഇതിനെല്ലാം ഈ എന്താ പറയുക, ഇതിലേക്ക് ഓയിൽ പമ്പ് ഉണ്ട്. വർക്കിങ്ങിന് കാണുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഓയിൽ പമ്പ് വഴി ഇതിലേക്ക് ഓയിൽ വരുന്നതായിരിക്കും. ഇത് പോസിറ്റീവ് കാർബൺ, ഇത് നെഗറ്റീവ്. ഈ പോസിറ്റീവ് നെഗറ്റീവും കൂടി കത്തുകയാണ്. കത്തുമ്പോൾ ഒരു വലിയൊരു മിറർ വഴി ഈ പ്രകാശത്തെ ഒരു ടൈം വീല് അത് കഴിഞ്ഞ് ഫിലിം, ആ ഫിലിമിന് ശേഷം ലെൻസ്, അങ്ങനെയാണ് നമുക്ക് സ്ക്രീനിലേക്ക് ഇത് അടിക്കുന്നത്. ഇതാണ് കാർബൺ.
ഇതൊന്നും ഇപ്പോൾ ഇതൊക്കെ പുരാവസ്ഥ ഇപ്പോൾ കിട്ടാനില്ല. ഇത് കാരണം പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് കൂടി കത്തും. ഓക്കെ. കത്തിക്കാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എപ്പോഴും നീക്കി കൊടുക്കൊണ്ടിരിക്കണം. ഇങ്ങനെ അട നീക്കുന്നുണ്ടോ, അപ്പോഴാണ് ഭയങ്കര പ്രകാശം. അതിൻ്റെ ഈ കത്തിയിട്ട് പുക ഈ കുഴൽ വഴി മുകളിലേക്ക് പോകും. ആ കുഴല് പുറത്തേക്ക് നമ്മുടെ ഒരു എക്സോസ്റ്റ് വഴി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഡിജിറ്റൽ വന്നതിന് തൊട്ട് മുമ്പുള്ള സാധനമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഇനി അടുത്ത ഇതിലേക്ക് ഇത് ഫോട്ടോഫോണിൻ്റെ തന്നെ ഒരു 85-90 കാലഘട്ടങ്ങളിലുള്ള ഇതുണ്ടോ ഫോട്ടോഫോൺ തന്നെ ബോംബെയിലുണ്ടോ. ഓക്കെ. ബോംബെയിൽ നിർമ്മിച്ചാണ്. പക്ഷേ അവർ അമേരിക്കൻ കൊളാബറേഷനുള്ള പാറ്റൻ്റൊക്കെ അവരുടെ. ഇതിപ്പോൾ ഒരു ഫിലിം നമുക്ക്, അതായത് ഒരു സിനിമ ഫുള്ള് 2 അവർ ടോട്ടല്. ഒരു ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീൽ എന്ന് പറഞ്ഞാൽ 1000 അടിയാണ്. ഓക്കെ. അപ്പോൾ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 2.5 മണിക്കൂർ 12,000 അടി ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. മനസ്സിലായോ? അപ്പോൾ ഇത് ഒരു 3 റീല് ഇതിൽ കയറ്റാൻ പറ്റും. 4 റീലിൽ കയറ്റും. അപ്പോൾ 4000 അടി ഫിലിം ഇതിൽ കയറും. ഈ 4000 കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്തത് 4000. ഇതിപ്പോൾ വീഡിയോ കാണുന്ന പലർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇതിപ്പോൾ പുതിയ കാലത്തെ ആൾക്കാർ യൂസ് ചെയ്യില്ലല്ലോ, പക്ഷേ ഇപ്പോൾ പലർക്കും ഈ വിൻറ്റേജ് സാധനങ്ങൾ എന്ന് പറഞ്ഞ ഒരു ക്രേസാണ്, നമ്മുടെ ഒരു ഇഷ്ടമാണ് നമ്മൾ ശേഖരിക്കുന്നത്. പക്ഷേ പലർക്കും ഇതിൻ്റെ വിലയോ അറിയുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടനെന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞ 75 കാലഘട്ടങ്ങളിൽ ഒരു പ്രോജക്റ്റിന് 2.5 ലക്ഷം രൂപയുണ്ട്. 75 കാലഘട്ടത്തിൽ തന്നെ. അപ്പോൾ 75 കാലങ്ങളിൽ അന്നത്തെ ഒരു കൂലിപ്പണിക്കാരന്റെ വേതനം എന്ന് പറഞ്ഞാൽ 5 രൂപയാണ്. അപ്പോൾ അത് കണക്കൂട്ടാം ഇപ്പോഴത്തെ മൂല്യം. അതെ അതെ. തല കീഴായിട്ടാണ് പ്രൊജക്ടുകൾ ഓടുക. ഇതിന്റെ ഫിലിം വേണമെങ്കിൽ ഫോക്കസ് വേണ്ട. തല കീഴായിട്ടാണ് നമ്മൾ ഫിലിമിൽ ഉണ്ടാവുക, പ്രൊജക്റ്റിൽ സെറ്റ്. പക്ഷെ അത് റീവൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ റീവൈൻഡറിൽ നമ്മൾ ചെയ്യണം. ഇങ്ങനെ ചെയ്യണം. കൊണ്ട് റീവൈൻഡ് ചെയ്ത് കണ്ടോ, സ്റ്റാർട്ടിങ് കണ്ടോ, സെൻസർ ഉണ്ടോ, സെൻസർ. ഓക്കെ. ഇതിലിപ്പോൾ കാർബൺ കത്തിക്കുന്നതിന് കാർബണിലേക്ക് DC കറണ്ട് കൊടുക്കണം. അതൊരു 80 ആംപിയർ 100 ആംപിയറിൽ 80 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന റെക്ടിഫയറാണ് DC റെക്ടിഫയർ. ആ റെക്ടിഫയറാണ് ഇവിടെ ഈ കാണുന്നത്. ഈ റെക്ടിഫയർ ഉപയോഗിച്ചാണ് നമ്മുടെ കാർബൺ ഇതിൽ കത്തിക്കുന്നത്. ഒരു 4 kV 5 kVയോളം വരും. 5000 വാട്ട്സ്. വെറും 30 RMS ഉള്ളൂ. 2 ട്രാൻസിസ്റ്റർ, പവർ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആംപ്ലിഫയർ ആണ്. ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ ഔട്ട്പുട്ട് ഇൻപുട്ട് 250 വോൾട്ടാണ് DC AC നമ്മളിലേക്ക് കൊടുക്കുന്നെങ്കിലും ഔട്ട്പുട്ടും 250 വോൾട്ടാണ്. ഈ ഔട്ട്പുട്ട് 250 വോൾട്ട് DC പോയിട്ട് ആ DC വോൾട്ട് മറ്റേ സ്ക്രീനിൻ്റെ ബാക്കിലുള്ള സ്പീക്കറിൻ്റെ അവിടെ ഒരു മാച്ചിങ് ട്രാൻസ്ഫോമർ വെച്ചിട്ട് അവിടെയാണ് ഓംസ് ആക്കി 8 ohms അതുപോലെ 16 ohms ഒക്കെ ആയിട്ട് മാറ്റുന്നത്. അതുകൊണ്ട് ഇത്രയും ദൂരം, അതായത് ഒരു 80 അടി 90 അടി 120 അടിയൊക്കെ വയറിട്ടാലും അത്രേ ക്വാളിറ്റി, അതായത് അത്രയും കറക്റ്റായിട്ട് അവിടെ സൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് അമേരിക്കൻ തീരാണ്. നമ്മുടെ അവിടെ എവിടെയും ഇല്ല. നമ്മുടെ ഇന്ത്യയിലുള്ള ആംപ്ലിഫയറുകളൊക്കെ മാക്സിമം 100 വാട്ട്സ് ഒക്കെ പോകണുള്ളൂ. 100 വാട്ട്സ് ഉള്ളൂ. ഇത് 250 വാട്ട്സ് ആണ് ലൈൻ വോൾട്ടേജ്. അപ്പോൾ ഉള്ളിൽ നമുക്ക് ഇന്ന് കൊടുക്കാൻ ഔട്ടും പോകും. ഫിലിപ്സിന്റെ റേഡിയോ ആണ്. ഒരു 80 കൊല്ലം പഴക്കമുള്ള റേഡിയോ ആണ്. ഒരു 50 കൊല്ലം പഴക്കമുണ്ടോ, 58 കൊല്ലം പഴക്കമുള്ള ഫിലിപ്സിന്റെ റേഡിയോ. ഇത് ആംപ്ലിഫയർ അതേമാതിരി ഒരു 60-70 കൊല്ലം പഴക്കമുള്ള ആംപ്ലിഫയർ. ഇത് ഹൗജര. പിന്നീട് ഇത് ജർമ്മൻ സ്പീക്കറാണ്. തിയേറ്ററിന്റെ ബാക്കിൽ സ്പീക്കർ. 1956 81 റഷ്യയുടെ സ്പീക്കർ. റഷ്യ ഉണ്ടോ, ഇതിന്റെ എംബ്ലം കണ്ടോ, റഷ്യയിലാണ്. 15 ohms കണ്ടോ.
ഞാൻ കാണിച്ച ഫോട്ടോ കൊണ്ട് സ്കോർ മാഗ്നറ്റിക് സ്പീക്കർ ഉണ്ടോ. ഇതാണ് ബാക്കിൽ ഇങ്ങനെ സ്പീക്കർ. ഇത് മറ്റേ ടേപ്പ് റെക്കോർഡ് ഈ ഇതൊരു ഞാൻ പറഞ്ഞുതരാം, ഒരു 70 കാലഘട്ടം. ഇത് നമ്മുടെ പഞ്ചായത്ത് സിനിമയിലെ മോഹൻലാൽ സാഗരങ്ങളെ അതിൽ ഈ ടേപ്പ് റെക്കോർഡിലാണ് പാട്ട് കേൾക്കുന്നത്. അതല്ലേ JBL. പിന്നീട് JBL വെസ്റ്റെക്സിനൊക്കെ JBLന്റെ HF ഇതിന് 30,000 രൂപ അല്ല അന്ന് വാങ്ങിക്കുമ്പോൾ. ഓക്കെ JBL ഹൈ ഫ്രീക്വൻസി വേണ്ട 30,000 രൂപ. എന്നിട്ട് ഒരു 85 കാലഘട്ടം ഒറിജിനൽ അമേരിക്കൻ ആംപ്ലിഫയർ. അതെ, ഇത് കുറച്ചും കൂടെ പുതിയതാണ് പ്രോസസർ. ഓക്കെ ഓക്കെ DTS ആക്കിയല്ലോ, ഫിലിമിന് തന്നെ DTS സിസ്റ്റം ആക്കി, സൗണ്ട് സിസ്റ്റം DTS ആക്കി. അപ്പൊ ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ ലാസ്റ്റ് ആണ് പ്രൊജക്ടർ പക്ഷേ സെയിം ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഫിലിമിൽ മാത്രം റെക്കോർഡിങ് എടുത്ത് അപ്പൊ ആ റെക്കോർഡിങ്ങിന്റെ തന്നെ CD ഡ്രൈവ് ഉണ്ട്, അത് പ്ലേ ചെയ്യാം. ആ കൂടെ അനുസരിച്ച് വർക്ക് ചെയ്യും. ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സിനിമാ താരങ്ങൾക്ക് ഇതേപോലെ വിൻറ്റേജ് സാധനങ്ങളോടുള്ള ഇൻട്രസ്റ്റ് ഇപ്പോൾ ലാലേട്ടൻ അടക്കം ഉള്ളതുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വിൻറ്റേജ് സാധനങ്ങളൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വല്ല സ്റ്റോറി, ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞില്ലേ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. കുഞ്ചാക്കോ ബോബന് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കാലഘട്ടങ്ങളിൽ ഇതിനോട് താല്പര്യമില്ല, കൂട്ടുകാരന്മാരെ കളിയാക്കലും പക്ഷെ കുഞ്ചാക്കോ വലുതായി, അല്ലെങ്കിൽ കുഞ്ചാക്കോ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി, പിന്നെ പേരും പ്രസക്തിയും പണം എല്ലാം വന്നപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി, അതിൻ്റെ മൂല്യം. ഇപ്പോൾ നഷ്ടപ്പെട്ട പല സാധനങ്ങളും തിരിച്ചെടുക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ. ഇപ്പോൾ കാറ്, കുഞ്ചാക്കോ ഉപയോഗിച്ചിരുന്ന കാറ് വീട്ടിലുണ്ട്, ഞാൻ കണ്ടായിരുന്നു, ഫോട്ടോ എടുത്തായിരുന്നു. കാറ്, ആ കാറ് വളരെ പഴക്കമുള്ള കാറാണ്, ഇമ്പാല കാറ്. പിന്നെ ഇപ്പോൾ ഒരു ക്യാമറ, ആ ഫസ്റ്റ് ക്യാമറ വേണമെന്ന് പറഞ്ഞ ആൾ താല്പര്യപ്പെടുന്നു, ആദ്യത്തെ ക്യാമറ. അതിന് എത്ര ഇതായാലും ആൾ വാങ്ങിക്കാൻ തയ്യാറാണ്. അതുപോലെ ഒരു പ്രൊജക്ടർ, സിനിമ പ്രൊജക്ടർ തന്നെ ആൾക്ക് ഭയങ്കര താല്പര്യമായി ഷൂട്ട് ചെയ്യും. ഇപ്പോൾ ആളെ വീട്ടിലുകൊണ്ട് വെച്ചിട്ടുണ്ട് പ്രൊജക്ടർ, ഞാൻ തന്നെ കൊണ്ട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്കിള് കൊണ്ടുപോയ പ്രൊജക്ടറിന്റെ അതിപ്പോൾ അവർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ വീട്ടിൽ വെച്ചിരിക്കുന്നു. വീട്ടിൽ കാണാൻ വേണ്ടി ആന്റി ഉപയോഗിക്കാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പല സാധനങ്ങളും മൂല്യം മനസ്സിലായി ഇപ്പോൾ അവരൊക്കെ കളക്ട് ചെയ്യാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടത് ഇപ്പോൾ പിന്നെ തിരിച്ചെടുക്കാനുള്ള ഒരു ആഗ്രഹം. മോഹൻലാലിനും അതുപോലെ മോഹൻലാലിൻ്റെ ഒരു തിരുവനന്തപുരത്ത് ഒരു തിയേറ്റർ ഉണ്ട്, അതിൽ പഴയ പ്രൊജക്ടറാണ് ആൾ വെച്ചിട്ടുള്ളത്. പല സാധനങ്ങളും അതുപോലെ പഴയത് ആൾക്ക് ഭയങ്കര. അതുപോലെ ആദ്യം ഫസ്റ്റ് അഭിനയിച്ച ക്യാമറ ഇപ്പോൾ ആളുടെ വീട്ടിൽ വന്ന് നമ്മുടെ മഞ്ചാണ്ടി കൊടുത്തു വാങ്ങിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലൂടെയൊക്കെ ഇതുകൊണ്ടാണ് അവർക്ക് താല്പര്യം ആ സാധനങ്ങളോട്. ഇപ്പോൾ പുതിയ ജനറേഷൻ ഫുള്ള് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിനിമയുടെ ഫീൽഡ് എടുക്കുകയാണെങ്കിലും ഡിവൈസസ് ആയാലെല്ലാം. ഇപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഈ മ്യൂസിക് കമ്പോസിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഇൻസ്ട്രുമെൻ്റ് പോലും ഉപയോഗിക്കാണ്ട് നമ്മൾ പാട്ടുണ്ടാക്കുന്നുണ്ട്. മീൻസ് അങ്ങനത്തെ ഒരു മാറ്റത്തിനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? പിന്നെ പുതിയ യങ് ജനറേഷനോടും ഇതേപോലെ വിൻറ്റേജ് കളക്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ മോഹൻലാൽ പോലെ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് മാത്രമേ ഇതിൻ്റെ വില, കുറച്ച് പേർക്ക് മാത്രമേ ഇതിൻ്റെ വിലയൊക്കെ അറിയുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറ, ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെച്ചത് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഓരോ വ്യക്തികളും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പഴയ പൈതൃകം നമ്മൾ എന്തിൽ നിന്നുണ്ടായി, അല്ലെങ്കിൽ എവിടെ എത്തി, നമ്മൾ എന്ത് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒന്ന്, പിന്നെ നമുക്ക് സന്തോഷം കിട്ടുന്നത്, അത് നമ്മളുടെ ഫീൽഡ് നമുക്ക് ഹാപ്പി ആവാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഓരോരുത്തർക്കും ഓരോ ഹാപ്പി ഉണ്ട്. ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു, ഇപ്പോൾ ഒരുത്തിനൊരു എഞ്ചിനീയർ ആവാനാവും താല്പര്യം, പക്ഷെ അപ്പനും അമ്മയും ചിലപ്പോൾ ഡോക്ടറാവും, നീ ഡോക്ടർ പഠിക്കണമെന്ന് പറയും. പക്ഷെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ അവർക്ക് എന്തിനോടാണ് താല്പര്യം എന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ മാതാപിതാക്കന്മാര് അല്ലെ പഴയ മാതാപിതാക്കന്മാര് അത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ചിലവരുണ്ട്. പക്ഷെ ആ ഫീൽഡിലേക്ക് അവരെ നയിക്കുകയും അങ്ങനെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണമെങ്കിൽ അവർ വലിയ നിലയിൽ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ഉയരങ്ങളിൽ എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല, ഞാൻ സ്വയം തന്നെ ചെയ്യേണ്ടി വന്നു. എനിക്ക് സാഹചര്യം ആരും തന്നിരുന്നില്ല, ഞാൻ തന്നെ സാഹചര്യം ഉണ്ടാക്കി അതിന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതുവരെ എത്താൻ സാധിച്ചത്. മറ്റേതല്ല, സാഹചര്യം ഒന്ന്. പിന്നെ രണ്ടാമത്, നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അമൂല്യമാണ്. ഇപ്പോൾ നമ്മൾ മ്യൂസിയത്തിലാണ് ഇപ്പോൾ ചർച്ച ചെയ്തും
അമേരിക്കൻ മ്യൂസിയത്തിലാണ് ഇങ്ങനെയുള്ള പ്രൊജക്ടറൊക്കെ ഉള്ളൂ. അതെ അതെ. അവിടെയാണ് അവർ അത്രയും ഇതായി സൂക്ഷിച്ച് അതിന് പരിപാലിക്കുകയാണ്. ആ ഗവൺമെന്റ് അതിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യം സാഹചര്യം. ഇപ്പൊ നമ്മൾ ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്ന വീടാണ്. എനിക്കൊരു 3000 വാടക കിട്ടിയിരുന്ന വീടാണ്. അത് വേണ്ടെന്ന് വെച്ചാണ് ഞാൻ ഇതിൽ സൂക്ഷിക്കുകയും ഇനി അടുത്ത് വേറെ ഗോഡൗൺ വന്നു കഴിഞ്ഞാൽ എനിക്ക് മാറ്റണം. അതെ അതെ. അതിന്റെ ഒരു ഇതാണ് അതിന്റെ കാർബൺ നല്ല ഇതാവുള്ളൂ. ഇതിപ്പോ ഈ ഒരു ഇത് എത്ര നേരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു കാർബൺ? ഇത്ര നേരം ഉണ്ടെങ്കിൽ ഇത്രയും ഇത് റയർ ആയിട്ടുള്ള സാധനം ഇപ്പൊ കിട്ടാനില്ല. ഇത് കഴിഞ്ഞു. ഇപ്പൊ കമ്പനി സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് കാർബൺസ് ആണ് ഇതിപ്പോ അവൈലബിൾ അല്ല. കമ്പനി പ്രൊഡക്ഷൻ ഒക്കെ നിർത്തിയ ഒരു സാധനമാണ്. എല്ലാം നിർത്തി സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടിപൊളി ഒരു എപ്പിസോഡായിരുന്നു. ലെങ്തി ആയിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കളക്ഷൻസ് ഈ ചേട്ടന് ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ബൈ.